ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഹൗ ടു അട്രാക്ട് ട്രൂ ലവ്. അതായത് നമ്മളിലേക്ക് യഥാർത്ഥ സ്നേഹം എങ്ങനെ അട്രാക്ട് ചെയ്യാം, കറക്റ്റ് പാർട്ട്ണറെ എങ്ങനെ അട്രാക്ട് ചെയ്യാം എന്നതിന് യൂണിവേഴ്സിന്റെ ഗൈഡൻസ് ആണ്. ആദ്യമായി 3 ഓഫ് കപ്സിന്റെ എനർജിയാണ്, അഡ്വൈസ് ആണ് തരുന്നത്. ആദ്യമായിട്ട് ചെയ്യേണ്ടത് സോഷ്യൽ കണക്ഷൻ, റിലേഷൻഷിപ്പിനോട് നമുക്ക് പൊതുവെ ഒരു പോസിറ്റീവ് മെന്റാലിറ്റി പുലർത്തണം. ആ ഒരു പോസിറ്റീവ് വൈബ്രേഷൻ നമ്മളിലേക്ക് കൂടുതൽ നല്ല കണക്ഷൻസിനെ കൊണ്ടുവരാൻ സഹായിക്കും. കൂടാതെ നമ്മളുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ നമ്മളുടെ ഏറ്റവും അടുത്ത ക്ലോസ് റിലേറ്റീവ്സ് അവരുടെ സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ് എന്നാണ് കാണിക്കുന്നത്. അതിനനുസരിച്ച് അവരുടെ സപ്പോർട്ട്, അവരുടെ ഗൈഡൻസ്, കൂടാതെ പ്രപഞ്ച ശക്തിയുടെ ഒരു സപ്പോർട്ട്, ഇതെല്ലാം കൂടി ഉണ്ടെങ്കിൽ, ഒരു പോസിറ്റീവ് മെന്റാലിറ്റി നമ്മൾ സൂക്ഷിക്കുകയാണെങ്കിൽ നമ്മളിലേക്ക് കറക്റ്റായ പേഴ്സൺസ് അട്രാക്റ്റഡ് ആവും എന്നാണ് പറയുന്നത്. നിങ്ങൾ വൈകാരികമായി ഒരു എക്സ്പ്ലോറേഷൻ, ഒരു പരിശോധന നടത്തണം. പ്രകാരം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളിലേക്ക് വളരെ ഇമോഷണലായ ഒരു പാർട്ട്ണർ അട്രാക്റ്റഡ് ആയിട്ട് വരാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്കൊരു ഒരു ഹാർട്ടിന്റെ ചിഹ്നം, റിലേഷൻഷിപ്പ് ഫോം ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇതാണ്. അതുപോലെ തന്നെ ഈ പാർട്ട്ണർ വളരെ റൊമാൻറ്റിക് എക്സ്പ്രഷൻസ് താല്പര്യമുള്ള വ്യക്തി ആയിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളും അതേപോലെ റൊമാൻറ്റിക് എക്സ്പ്രഷൻസ് കൊടുക്കാൻ തയ്യാറുണ്ടായിരിക്കണം. കൂടാതെ നമ്മൾക്ക് എപ്പോഴും റിസീവിങ് മാത്രം ആവരുത്, നമ്മൾ അങ്ങോട്ടും ഡീപ്പ് ലവ്, സിൻസിയർ ലവ് നിങ്ങൾ അട്രാക്ട് ചെയ്യുന്നു എന്ന് നിങ്ങൾ അഫർമേഷൻസ് പറയുക. അഫർമേഷൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അത് റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങൾ പ്രത്യേകിച്ച് രാവിലെ ഉണർന്നെണീറ്റ സമയത്ത് അല്ലെങ്കിൽ ഉറങ്ങാൻ പോകുന്ന സമയത്ത് പറയുന്നത് നല്ലതാണ്. അത് 3 ഓഫ് സോഴ്സിന്റെ എനർജിയാണ്. നിങ്ങൾ മറ്റുള്ളൊരു അഡ്വൈസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ പാസ്റ്റ് റിലേഷൻഷിപ്പ് കൊണ്ടുണ്ടായിട്ടുള്ള മുറിവുകൾ നിങ്ങൾ ഹീൽ ചെയ്യേണ്ട സമയമാണ്. അതുകൂടി ചെയ്താൽ മാത്രമാണ് കറക്റ്റായിട്ടുള്ള റിലേഷൻഷിപ്പ് നമുക്ക് ലഭിക്കുള്ളൂ. പാസ്റ്റിനെ പൂർണ്ണമായി ലെറ്റ് ഗോ ചെയ്യുക. അങ്ങനെ ഹീൽ ചെയ്യാനുള്ള മെഡിറ്റേഷൻസ് നമുക്ക് യൂട്യൂബിൽ ലഭ്യമായിരിക്കും. അപ്പോൾ അത് നമുക്ക് ഫോളോ ചെയ്ത്, അത് പ്രാക്ടീസ് ചെയ്ത് ഈ ഒരു വിഷമത്തിൽ നിന്ന്, ഈ മുറിവ് പൂർണ്ണമായി ഉണങ്ങണം. അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി മെസ്റ്റപ്പാണ്. അപ്പോൾ ഇനി പുതിയ ആര് വന്നു കഴിഞ്ഞു കഴിഞ്ഞാലും ആ പഴയ മുറിവുകളുള്ള റിയാക്ഷൻ അത് നമ്മൾ പുതിയ ആളോട് കാണിച്ചുകൊണ്ടേയിരിക്കും. നമ്മുടെ ഉള്ളിലൊരു ഭയം ഉണ്ടായിരിക്കും, ഇത് റിപ്പീറ്റഡ് ആവോ, പ്രശ്നങ്ങൾ റിപ്പീറ്റഡ് ആവോ. അപ്പോൾ നമ്മൾ ഹീൽ ചെയ്ത് കഴിഞ്ഞാൽ അത്തരത്തിലുള്ള എല്ലാ ഭയങ്ങളും നിങ്ങൾക്ക് പോവും. പുതിയതായി വരുന്ന പാർട്ട്ണറെ നല്ല രീതിയിൽ സ്വീകരിക്കുന്നതിനും നല്ലൊരു റിലേഷൻഷിപ്പ് വളർത്തിയെടുക്കുന്നതിനും നിങ്ങൾക്ക് സാധിക്കും.